ഇത്തരം കഥകളൊക്കെ പുറത്തു വന്നപ്പോൾ പല ശുദ്ധാത്മാക്കളും ചോദിച്ചൊരു ചോദ്യം, ഇങ്ങനെയൊക്കെ വലിയ വഞ്ചന മാധവിക്കുട്ടിയെ പോലെ ഒരു ശക്തയായ എഴുത്തുകാരിയോട്, ലോകപ്രസിദ്ധയായ ഒരു എഴുത്തുകാരിയോട് ആരെങ്കിലും കാണിച്ചുവെങ്കിൽ എന്തേ അവർ ജീവിച്ചിരിക്കുമ്പോൾ അത് പറഞ്ഞില്ല? അവർ മതം മാറിയിട്ട് പിന്നെയും 10 കൊല്ലം ജീവിച്ചല്ലോ, അന്ന് ആരും എന്തേ മിണ്ടിയില്ല എന്ന ചോദ്യമാണ്. ഈ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഞാൻ ഇന്ന് അവരുടെ ഓർമ്മയ്ക്ക് വേണ്ടി അർപ്പിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, മാധവിക്കുട്ടി ജീവിച്ചിരിക്കുമ്പോഴും അതിനുശേഷവും ഒക്കെ ഒറ്റപ്പെട്ട നിലയിലാണെങ്കിലും പലരും ഈ പരമാർത്ഥങ്ങൾ, അവരുടെ ജീവിതത്തിലുണ്ടായ മഹാദുരന്തങ്ങളുടെ കഥകൾ പറഞ്ഞിരുന്നു. അന്ന് നമ്മൾ അവർക്ക് ചെവി കൊടുത്തില്ല. അന്തരിച്ച ലീലാമേനോനായിരുന്നു വിഖ്യാതയായ ജേർണലിസ്റ്റ്, ഇന്ത്യൻ എക്സ്പ്രസ്സിലുണ്ടായിരുന്ന, പിന്നീട് ജന്മഭൂമിയിലൊക്കെ ഉണ്ടായിരുന്ന ലീലാമേനോനാണ് ആദ്യം ചങ്കുപൊട്ടി പറഞ്ഞത്. നമ്മൾ കേട്ടില്ല. ലീലാമേനോൻ കൈരളി TV പോയി പറഞ്ഞിട്ട് അരമണിക്കൂറിൽ കൂടുതൽ എയർ ചെയ്യാനുള്ള ആ ശബ്ദത്തിന് ആയുസ് ഉണ്ടായില്ല. അതാണ് ഒടുവിൽ പറഞ്ഞത്. ലീലാമേനോനാണ് ആദ്യം പറഞ്ഞതെങ്കിൽ പിന്നീട് ഒരുപാട് പേരിലൂടെ പറഞ്ഞ് വലിയ ഒച്ചത്തിലൊന്നും അല്ലെങ്കിലും ഒറ്റയ്ക്കും തെറ്റയ്ക്കും ഓരോരുത്തരായി പറഞ്ഞു ഏറ്റവും ഒടുവിൽ കേരളത്തിലെ നിയമസഭയുടെ ഫ്ലോറിൽ നമ്മുടെ കേരളത്തിന്റെ ആദരണീയനായ MLA KT ജലീലും അത് വിളിച്ചു പറഞ്ഞ് പൊട്ടിത്തെറിച്ചു പറയാനിടയായി. പക്ഷേ പിന്നീട് അദ്ദേഹവും അത് ആവർത്തിച്ച് പറയുകയോ, ആ പറയാനിടയായ സന്ദർഭം പ്രകോപനത്തിന്റെ ഒരു നിമിഷത്തിലാണ് നിയമസഭയിൽ അദ്ദേഹം അത് പറഞ്ഞത്. മാധവിക്കുട്ടിയുടെ പ്രണയവഞ്ചനയിൽ ആരാണ് പ്രതി എന്ന പേര് സഹിതം വിളിച്ചു പറഞ്ഞു. നമ്മുടെ മാധ്യമങ്ങളും അത് ഏറ്റെടുത്തില്ല, തുടർന്നില്ല. അത്തരം ചോദ്യങ്ങളൊന്നും ഈ നേതാക്കൾക്കെതിരെ വന്നതുമില്ല. ഇതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.